സബന്യാസ് വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിനോടും സ്റ്റീലിനോടും വിട പറഞ്ഞ് പൂർണ്ണമായും പ്രകൃതിദത്തമായ ഒരു അടുക്കള ഉപകരണം നിർമ്മിക്കാൻ പോവുകയാണ്. പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഓലമടൽ കൊണ്ടുള്ള മടൽ തവി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ മനോഹരമായ തവി ഉണ്ടാക്കാൻ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന ചില കാര്യങ്ങൾ മാത്രം മതി. തവി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ താരം എന്ന് പറയുന്നത് നല്ല കരുത്തുള്ള ഒരു തെങ്ങിൻ മടലാണ്. പച്ച മടലാണെങ്കിൽ ചെത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഉണങ്ങിയ മടലാണെങ്കിൽ തവിക്ക് നല്ല ഉറപ്പും കിട്ടും. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മടലിൻ്റെ പരന്ന ഭാഗം വരുന്ന രീതിയിൽ തവിക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം ചെത്തിയെടുക്കണം. മടലിൻ്റെ പരന്ന ഭാഗത്ത് നമുക്ക് തവിയുടെ രൂപം ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ നീളമുള്ള ഒരു പിടിയും മുന്നിൽ അല്പം പരന്ന വായവട്ടവും. ഞാനിവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. കണ്ടോ, ഏകദേശം ഈ രൂപം കിട്ടണം. ഇനി നമ്മുടെ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഈ വരച്ച അടയാളത്തിന് പുറത്തുകൂടി പതുക്കെ ചെത്തി തുടങ്ങാം. പച്ചമടലാണെങ്കിൽ നല്ലതുപോലെ സുഖമായി ചെത്താം. വശങ്ങൾ ചെത്തുമ്പോൾ മടലിൻ്റെ നാരുകൾ വിട്ടുപോകാതെ സൂക്ഷിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു തവിയുടെ രൂപം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ തവി കണ്ടോ, ഇതൊരു പരന്ന തവിയാണ്. ഇനി കുഴിത്തവിയാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ നടുഭാഗം കത്തിയുടെ അഗ്രം കൊണ്ട് പതുക്കെ ചുരണ്ടി ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയെടുക്കാം. കറികളൊക്കെ ഇളക്കാൻ നല്ല സൗകര്യമായിരിക്കും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇപ്പോൾ ഇതിന് കുറേ പരുപരുത്ത ഭാഗങ്ങളുണ്ട്. നമ്മുടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ വശങ്ങളും പിടിയുമെല്ലാം നന്നായി ഉരച്ച് മിനുസപ്പെടുത്താം. നമ്മുടെ കയ്യിൽ തടയാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. കണ്ടോ, ഇതിപ്പോൾ നല്ല സ്റ്റൈലായി വരുന്നുണ്ട്. അവസാനമായി ഈ തവി ഒന്ന് കഴുകി ഉണക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ തേച്ച് പിടിപ്പിക്കാം. വെളിച്ചെണ്ണ തേക്കുന്നതോടെ ഇതിൻ്റെ നിറം മാറുന്നത് കണ്ടോ, നല്ലൊരു പ്രകൃതിദത്തമായ തിളക്കം ഇതിന് കിട്ടും. ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ നമ്മുടെ നാടൻ ഓലമടൽ തവി റെഡി. നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു ഇരുമ്പ് കുത്തി ചൂടാക്കി
തവിയുടെ പിടിയിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പറമ്പിലെ ഒരു ഓലമടൽ കൊണ്ട് എത്ര മനോഹരമായ ഒരു തവിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പ്ലാസ്റ്റിക് സ്പൂണുകളെക്കാളും തവികളെക്കാളും എത്രയോ നല്ലതാണ് പ്രകൃതിദത്തമായ ഇത്തരം സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഇളക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങളും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നാടൻ വിദ്യകളും ക്രാഫ്റ്റുകളും ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.